ഹൈ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീട്ടിൽ എത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ ഒത്തിരി വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഒത്തിരി പേര് എനിക്ക് വീണ്ടും മെസ്സേജ് അയച്ച് ചോദിക്കാറുള്ള കുറച്ച് കൂടുതലായിട്ട് നമുക്ക് സെയിൽ നടക്കാനുള്ള ഒരു പ്ലാന്റിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോഴേ മനസ്സിലായി നമ്മൾ ഏത് പ്ലാന്റിനെ കുറിച്ചായിരിക്കും പറയാൻ പോകുന്നതെന്ന്. ഓക്കെ, അപ്പോൾ പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ്. ഓക്കെ, അപ്പോൾ ഈ പ്ലാന്റിൻ്റെ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡോ ഓർക്കിഡ് എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇന്നത്തെ വീഡിയോ നമ്മൾ പറഞ്ഞുതരാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഫാസ്റ്റ് ഫ്ലവറിങ് ആക്കാം. ഇത് ഫ്ലവർ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പിന്നെ നമ്മൾ പോട്ടിങ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഫ്ലവറിങ്ങിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ, അതുപോലെ പിന്നെ നമുക്ക് ഈ മഴ സമയത്ത് കൊടുക്കേണ്ട കെയർ, പിന്നെ അതുപോലെ നമുക്കല്ലാതെ നോർമലായിട്ട് നമുക്ക് ഈ ചൂട് സമയത്ത് കൊടുക്കേണ്ട കെയർ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ ചേർത്താണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്ലാന്റിൻ്റെ പേര് ഡോ ഓർക്കിഡാണ്. ഇതിപ്പോൾ ആർക്കെങ്കിലും മേടിക്കാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക. എൻ്റെ സ്ഥലം ട്രിവാൻഡ്രമാണ്. ട്രിവാൻഡ്രത്ത് നിങ്ങളുടെ പ്ലേസ് ഇപ്പോൾ ഒരു എൻ്റെ പ്ലേസ് കാട്ടാക്കടയാണ്. കാട്ടാക്കടയിൽ നിന്ന് ഒരു 20 കിലോമീറ്ററിനകത്താണെങ്കിൽ നമ്മൾ ഓൺ ഡെലിവറിയും വേണമെങ്കിൽ ചെയ്യും. ഓൺ ഡെലിവറിക്കാണെങ്കിൽ നമുക്ക് പെട്രോൾ അലവൻസ് പോലെ ഒരാൾ വരുന്നതിൻ്റെ ചാർജ് വേണ്ടി വരും. അല്ലാതെ കൊറിയറായിട്ട് അയക്കാൻ പറ്റും. കൊറിയർ ചാർജ് ആണെങ്കിൽ എക്സ്ട്രാ 90 രൂപയാണ് ആവുന്നത്. ഓക്കെ, അപ്പോൾ പറഞ്ഞുള്ള കാര്യമെല്ലാം ഡയറക്റ്റ് ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മേടിക്കാം. പിന്നെ ഗൂഗിൾ പേ വഴി പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതൽ ഓർഡേഴ്സ് കിട്ടാറുള്ളത് കേരളത്തിൽ നിന്ന്, അതുപോലെ ട്രിവാൻഡ്രത്ത് നിന്ന് തന്നെ എനിക്ക് ഏകദേശം ഒരു 30-40 ഓർഡേഴ്സ് ഈ പ്ലാന്റിൽ കിട്ടിയിട്ടുണ്ട്. അതെല്ലാം നമ്മൾ കൊടുത്തു കഴിഞ്ഞതാണ്. ഇപ്പോൾ ലാസ്റ്റ് ഈ വീക്കിൽ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഒരാൾ അവർ വീണ്ടും മേടിച്ചിട്ടുണ്ട്. നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള ഒരു ഞാൻ തന്നെയാണ്. അപ്പോൾ വീണ്ടും ഓർഡർ ചെയ്തിട്ടുണ്ട്. അവരുടെ കയ്യിൽ പണ്ടുണ്ടായിരുന്നു. പിന്നെ മഴ സമയത്ത് അവർക്കുണ്ടായ ഒരു എന്നാൽ അതൊന്ന് കറക്റ്റ് വെള്ളം കെട്ടി നിൽക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ചീത്തയായി പോയെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങളെല്ലാം കൂടി ചേർത്താണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ കാണുന്ന പ്ലാന്റിൻ്റെ പേരാണ് ഡോ ഓർക്കിഡ്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഇപ്പോൾ എക്സാമ്പിൾ നമ്മുടെ മറ്റുള്ള പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ പറയും. ഈ ഗ്രൗണ്ട് ഓർക്കിഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് ഇവിടെ ഒരു കുഞ്ഞ് ബൾബ് പോലെയാണ് ഫോർമേഷൻ ആവും. അത്ര വലിയ ബൾബ്സ് ആവില്ല. എക്സാമ്പിൾ ഇതാ ബൾബ് ഫോം ചെയ്യുകയാണെങ്കിലും ഇൻ കേസ് ഇത്രയും സൈസുള്ള ബൾബേ നമുക്ക് ആവാറുള്ളൂ. ബട്ട് ഇൻ കേസ് ഓഫ് നമ്മളിപ്പോൾ ഈ ഒരു പ്ലാന്റ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിൽ നമുക്ക് ബൾബിൻ്റെ സൈസ് വന്നിട്ട് ഏകദേശം നമ്മളൊരു കൊച്ചിങ്ങയുടെയൊക്കെ സൈസ് വരുന്നത്. നമ്മൾ കൊച്ചിങ്ങ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നമ്മൾ കോക്കനട്ടിൻ്റെ ചെറിയതറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സൈസിൽ വേരിയേഷൻ ഉണ്ടാകും. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോ ഓർക്കിഡാണ്. ഇത് നമുക്ക് നമ്മുടെ എന്താ പറയുക, ഇത് നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡാണ്. തമ്മിലുള്ള നമുക്ക് കണ്ടുപിടിക്കാം. പിന്നെ ഇതിന് ഏകദേശം നമ്മൾ തെങ്ങിൻ്റെ ഓല പോലെയാണ് ഇതിൻ്റെ ഈ ലീഫ് വരുന്നത്. ഈ ലീഫിൽ അറേഞ്ച്മെൻറ്റ് നോക്കിയാലും മനസ്സിലാക്കാൻ പറ്റും. ലീഫൊക്കെ നല്ല കട്ടി ഉണ്ടാവും. പക്ഷേ ഇതിനാണെങ്കിൽ നമുക്ക് അത്രയും കട്ടി വരില്ല. കണ്ട പിതിങ്ങ് പോകുന്ന ടൈപ്പാണ്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ കറക്റ്റ് നമ്മുടെ ഒരു തെങ്ങിൻ്റെ ഓല പോലെ, ആ കൊച്ചിങ്ങയിൽ നിന്ന് വരുന്ന പോലെ ആ ഒരു രീതിയിലാണ് നമുക്കിതിൻ്റെ ഫോർമേഷൻ. പിന്നെ നമ്മുടെ ലാസ്റ്റ് എൻ്റെ ഇപ്പോൾ സെക്കൻഡ് ടൈം വാങ്ങിച്ച് അവരും വിളിച്ച് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോനെ അത് ഒത്തിരി പ്രാവശ്യം എൻ്റെ ഫ്ലവറായി, പക്ഷേ അവർക്ക് ഇടയ്ക്ക് മഴ കാരണം അവർക്ക് അങ്ങനെ നഷ്ടമായി പോയതാണ് ആ പ്ലാന്റ്. ഓക്കെ, നിറച്ച് ചിത്രശലങ്ങൾ വന്നിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തതായി ഇവിടെ ഈ കാണപ്പെടുന്ന ഈ പ്ലാന്റിൻ്റെ മുകൾ ഭാഗം നമുക്കൊന്ന് കാണാം. ഓക്കെ, പിന്നെ വേറെ കുറച്ചൊരു ചോദിച്ചതാണ് ഈ ഒരു അപ്ഡേറ്റ് പറയാൻ വേണ്ടി. മോനെ അത് ഫ്ലവർ ആയോ എന്ന് ചോദിച്ചു. ഫ്ലവർ ആയിട്ടില്ല. നമുക്ക് ഒരു വീക്കിനകത്ത് നമുക്കത് ഫ്ലവർ ആവും. ഇതാണ് ആ പ്ലാന്റിൻ്റെ ഇവിടെ നിൽപ്പുണ്ടല്ലോ. ഇതാണ് നമ്മളിപ്പോൾ ഫ്ലവർ ഇത്രയും ഹൈറ്റിൽ പോയിട്ടുണ്ടോ. ഞാനിവിടെ നിൽക്കുന്നതിനേക്കാൾ നല്ല ഹൈറ്റിലുണ്ട്. അതുകൊണ്ടാണ് ഇത് അങ്ങനെ വയ്ക്കാൻ കാരണം. ഞാനിവിടെ നിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കാണിച്ചു തരാം. ഇതവിടെ ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ എന്നെക്കാളും ഇത്രയും ഹൈറ്റിലാണ് അതിൻ്റെ ഇത് നിൽപ്പുള്ളത്. കാരണം നമ്മൾ ചെടിച്ചട്ടി വെച്ചിട്ടുള്ളത് ഇങ്ങനെ എന്നെക്കാളും ഈ ഒരു ഹൈറ്റിലാണ് ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ ചെടിച്ചട്ടി വെച്ചിട്ടുള്ളത്. സോ അതുകൊണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്നാലും താഴെ വെച്ച് കഴിഞ്ഞാലും എൻ്റെ ഏകദേശം ഹൈറ്റ് വരും. ഏകദേശത്തിന് എൻ്റെ അത്രയും ഹൈറ്റ് ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അത്രയും ഹൈറ്റിലാണ് നിൽക്കുന്നത്. ഇത് ഏകദേശം വിരിയാറായിട്ടുണ്ട്. പിന്നെ ഇതിലെ വലയൊക്കെ ചിലപ്പോൾ ഇരിക്കുക. വലയൊക്കെ നമ്മൾ കൂടുതൽ ഇതിനെ ഒന്നും ടച്ച് ചെയ്യാതിരിക്കുക, നമ്മൾ പിടിച്ച് അനക്കാതിരിക്കുക. പിന്നെ ഉറുമ്പും ചില സമയത്ത് സൂക്ഷിക്കുക. ഉറുമ്പിങ്ങനെ വന്ന് ചിലതിനെയൊക്കെ നശിപ്പിക്കും. സോ അതൊക്കെ നമ്മളൊന്ന് കെയർഫുൾ ആവുക. പിന്നെ ഇതിൻ്റെ ഇവിടെ ഫംഗസൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഈ മഴ സമയത്ത് കുറച്ച് സൂക്ഷിക്കുക. പിന്നെ നമുക്കിവിടെ ഫംഗസ് വന്ന് നമുക്ക് ഒരു മൊട്ടും കൂടെ വന്നതാണ്. ഒരു മൊട്ടും കൂടെ വന്നത് നമുക്കിതിൽ 1, 2, 3 ഒരെണ്ണത്തിൽ തന്നെ 3 മൊട്ട് വന്നതാണ്. പക്ഷേ അത് നശിച്ചു പോയി. പിന്നെ ഈ ഒരു തൈ വന്നത് ഇതും ആദ്യം നശിക്കാറായി. പിന്നെ നമ്മൾ ഫംഗിസൈഡ് ഞാനിതിൽ യൂസ് ചെയ്തു. ഫംഗിസൈഡ് നമ്മുടെ സാഫിൻ്റെ ഫംഗിസൈഡാണ് ഞാൻ യൂസ് ചെയ്തത്. സാഫിൻ്റെ ഫംഗിസൈഡ് കുറച്ച് വെള്ളത്തിലും ജസ്റ്റ് ഒന്ന് കലക്കിയതിന് ശേഷം ഇതിലേക്ക് തൂറ്റി കൊടുക്കുകയാണ് ചെയ്തത്. ഞാൻ തൂറ്റി കൊടുക്കുകയല്ല ചെയ്തത്, കലക്കി മിക്സ് ചെയ്ത് നിങ്ങൾക്ക് സ്പ്രേ ചെയ്യാം. അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഞാൻ മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്തില്ല. ഞാൻ അല്ലാതെ കുറച്ച് ഇതിൽ പൗഡർ പോലെ ഇതിവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഞാനിതിലുണ്ടായ ആ ഒരു ഡിസീസ് നമുക്ക് മാറ്റിയെടുത്തു. പക്ഷേ നമുക്ക് ഒരെണ്ണത്തിന് എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ബാക്കിയുള്ളത് കറക്റ്റായിട്ട് നിൽപ്പുണ്ട്. ഇനിയിപ്പോൾ ഏകദേശം ഒരു 1 വീക്കിനകത്ത് നമുക്ക് എന്തായാലും ഫ്ലവർ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതിനായിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ കുറച്ച് പേര് ഇതിൻ്റെ അപ്ഡേറ്റ് ചോദിച്ചുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് ഫ്ലവർ ആവുന്ന കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഫ്ലവർ ആകുമ്പോൾ ഇതിൻ്റെ ഒരു കുറേ വീഡിയോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ മണം ഒരു അപാര മണമാണ്.
പിന്നെ നമുക്ക് പിന്നെ വേറെ ആൾക്കാർ ചോദിച്ചെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കൊടുക്കുന്നതിൻ്റെ റേറ്റ് നമുക്ക് ചിലർക്ക് റേറ്റ് വ്യത്യാസം വരാൻ നമുക്ക് ചെറിയ പ്ലാന്റ് വേണം നിങ്ങൾക്ക് അയച്ചു തരാം. ചെറിയ പ്ലാന്റ് ആണെങ്കിൽ അതനുസരിച്ച് അതിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് ചെറുതായിരിക്കും. നോക്കട്ടെ, ഞാൻ ചെറിയ പ്ലാന്റിൻ്റെ ഇപ്പോൾ ഇവിടെ കാണിക്കാൻ വേണ്ടി ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇങ്ങോട്ട് ചലച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് 2 പ്ലാന്റ് ഫ്ലവർ ആയിട്ടിരിപ്പുണ്ട്. ഇതാ ഈ ഒരു പ്ലാന്റാണ്. ഇതിൻ്റെയൊക്കെ ഈ ഒരു നമ്മൾ കുഞ്ഞായിട്ടിരിപ്പുണ്ട് കേട്ടോ. ഫ്ലവർ കുഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊങ്ങി വരുന്നേ ഉള്ളൂ. ഉണ്ടാ വലിയ ലീഫൊക്കെ വെച്ചിട്ടുള്ള ഏകദേശം ഈ സൈസ് ബൾബ് വരുന്ന പ്ലാന്റാണ് നമ്മളിപ്പോൾ സെയിൽ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ 600 എന്ന് പറഞ്ഞ റേറ്റിനുള്ളത്. പിന്നെ അതവിടെ ഇത് വേറെ ടൈപ്പാണ്. നമുക്കിപ്പോൾ ഡോ ഓർക്കിഡ്, ഇത് ഞണ്ണ ഓർക്കിഡ് എന്ന് പറഞ്ഞ വെറൈറ്റീസാണ്. ഈ ഞണ്ണ ഓർക്കിഡ് നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ബൾബിൻ്റെ വേരിയേഷൻ കണ്ടോ. ഇതൊക്കെ വലിയ പ്ലാന്റാണ് ഇപ്പോൾ ഉള്ളത്. ഇത് വേറെ 450 പ്ലാന്റ്സാണ് ഇതൊക്കെ. അപ്പോൾ താല്പര്യമുള്ളത് ഇതും കോൺടാക്ട് ചെയ്യാൻ കണ്ടോ. വലിയ പ്ലാന്റാണ്. ഈ പ്ലാന്റ് 450 ഉള്ളത്. അത് നിങ്ങൾക്ക് ആ റേറ്റിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, പിന്നെ അത് പോയിട്ട് ഈ സൈഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു നമ്മുടെ ഡോ ഓർക്കിഡിൻ്റെ ഒരു വലിയ പ്ലാന്റ് നിൽപ്പുണ്ട്. ഓക്കെ, ഈ പ്ലാന്റിൽ നമുക്ക് 2 പുതിയ സ്റ്റെം ഇവിടെ നിന്ന് അറേസ് ചെയ്ത് വരുന്നുണ്ട്. കണ്ടോ 1, 2. അപ്പോൾ അത് 2 നമുക്ക് 3 പ്ലാന്റായി മാറും. അപ്പോൾ ഈ 2 പ്ലാന്റ് നമുക്ക് അല്പം ഒന്ന് അതിൻ്റെ ബൾബ് ഇപ്പോഴേ ഒരിക്കലും നിങ്ങളിങ്ങനെ തൈ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴേ മാറ്റാൻ പാടില്ല. ഇത് അല്പം നമുക്ക് ഇതിന് ജസ്റ്റ് ഇതിൽ നിന്ന് ഇങ്ങനെ നമുക്ക് ഇളക്കി കൊടുക്കാൻ പറ്റുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏകദേശം പൊങ്ങും. ഈ ലീഫ് പൊങ്ങി ഏകദേശം ഈ ഒരു സൈസാവും. ഇലയൊക്കെ ഈ ഒരു സൈസായിട്ട് അടിഭാഗത്ത് ബൾബ് എറൈസ് ചെയ്യും. ബൾബ് എറൈസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം അല്പം താമസിച്ച് ഇളക്കിയെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ ഇൻ കേസ് നിങ്ങൾ നേരത്തെ ഇളക്കി കഴിഞ്ഞാൽ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ചില സമയത്ത് അഴുകി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ മദർ പ്ലാന്റിൻ്റെ കൂടെ ഇരുന്ന് അവൻ വളർന്ന് നല്ലൊരു കിഴങ്ങായതിനു ശേഷം നിങ്ങൾ അതിനെ ഇളക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ നമ്മൾ ആ പ്ലാന്റ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ എനിക്ക് മുകളിൽ വെച്ച് കാണിച്ചു തരാൻ പറ്റില്ല. പക്ഷേ ഈ പ്ലാന്റ് ആകുമ്പോൾ എനിക്ക് ഇങ്ങനെ മുകളിൽ വെച്ച് കാണിച്ചു തരാൻ വേണ്ടിയുള്ള ഒരു ഇതൊക്കെ, കാരണം താഴെ ഇരിക്കുന്നതുകൊണ്ട്. ഇത് ഏകദേശം ഇപ്പോൾ ഞാനോട് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഒരു ഇടിപ്പിൻ്റെ ഈ ഒരു ഭാഗം വരെയാണ് ഇതിൻ്റെ ഒരു ഹൈറ്റ് വരുന്നത്. കാരണം ഇതിന് പൊങ്ങും, കുറച്ചുകൂടെ പൊങ്ങിയതിന് ശേഷം വിരിയും. ഏകദേശം മൊട്ടെത്താറായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം എൻ്റെ ഒരു ഈ ഹൈറ്റൊക്കെ ആകുമ്പോൾ ഇത് ഏകദേശം പൊങ്ങി സെറ്റ് ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതും ഓക്കെയാണ്. പിന്നെ നമുക്ക് ഇതിന് നമ്മൾ കൊടുക്കുന്ന വളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിൽ ഫസ്റ്റ് പോട്ടിങ് തയ്യാറാക്കുന്ന സമയത്ത് തന്നെ നമ്മളിതിൽ മണ്ണ് ആഡ് ചെയ്യാറില്ല. മണലും ചാണകപ്പൊടിയായിട്ട് മിക്സ്. പിന്നെ ഇതിൻ്റെ റീറ്റ് പോട്ടിങ് കറക്റ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഓക്കെ, അപ്പോൾ ഇതിനെ ഞാൻ കൊടുക്കുന്നതിൻ്റെ വേറെ ചെറിയ പ്ലാൻസിലുണ്ടെന്ന് പറഞ്ഞില്ല. ഇനി ആ പ്ലാൻ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി പോകാം. അപ്പോൾ ചിലർ ചോദിച്ചു, മോനെ ഇത് അത്യാവശ്യം റേറ്റ് ഉണ്ടല്ലോ, നമുക്ക് ഈ റേറ്റിന് അഫോർഡബിൾ അല്ല എന്നൊക്കെ കുറച്ച് ചിലർ പറയാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി നമുക്ക് വലിയ പ്ലാന്റ് നമുക്ക് ആ റേറ്റിന് കൊടുക്കാൻ പറ്റും. കാരണം ഇത് ആ ഒരു സൈസ് നമുക്ക് വലിയ പ്ലാന്റ് ആവണമെങ്കിൽ ഇൻ കേസ് നല്ലൊരു ടൈം എടുക്കും, അല്പം സമയം എടുക്കും. ഇതിൻ്റെ കിഴങ്ങൊക്കെ വലുതായി വരണം. നമ്മൾ വലിയ കിഴങ്ങുള്ള പ്ലാന്റ് ആകുമ്പോൾ നമുക്ക് ഇത്രയും ദിവസം നമുക്കൊരു പ്ലാന്റിനെ വെച്ച് നോക്കിയതിന് ശേഷം കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു റേറ്റ് മേടിച്ചില്ലെങ്കിൽ അത് വെറുത്താവില്ല. സോ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇതിൻ്റെ വേറെ നമുക്കിപ്പോൾ സ്റ്റാർട്ടിങ് വന്നിട്ട് ഇതാ കുഞ്ഞ് പ്ലാന്റൊക്കെയാണ്. ഞാൻ പറഞ്ഞിട്ടൊരു കുഞ്ഞ് പ്ലാന്റാണ്, പക്ഷേ ബൾബൊക്കെ ഉണ്ടാകും കണ്ട കുഞ്ഞ് പ്ലാന്റ് ആയിരിക്കും. ഈ പ്ലാന്റിലാണ് നമ്മൾ 350 പറയുന്ന റേറ്റ് കേട്ടോ. ഇതുകൊണ്ട് ഇതിൻ്റെ കുറച്ചുകൂടെ സൈസൊക്കെ ഉള്ളത് 350 കാണാം. നമ്മളിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതൊക്കെ നമ്മൾ 600 കൊടുക്കുന്ന പ്ലാന്റാണ് കേട്ടോ. ബൾബുള്ള വലിയ പ്ലാന്റാണ്. വലിയ ഓലയൊക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ ഇനിയും വേറെ ഉണ്ടായിരുന്നു. ഇവിടെ ജസ്റ്റ് ചെക്ക് ചെയ്താൽ അറിയാവും. ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഓക്കെ, അവിടെ ഇരുന്നതും സെയിലായിട്ടുണ്ട്. ഇനി വേറെയും പ്ലാന്റ് ഉണ്ട്. ഇൻ കേസ് അതിൻ്റെ അകത്തൊക്കെ കാണും. എല്ലാം എപ്പോഴും ഞാൻ കറക്റ്റായിട്ട് എടുത്ത് വയ്ക്കാറില്ല സാധനം എന്ന് പറഞ്ഞാൽ ഒരു പ്ലേസിൽ. അതാണ് ജസ്റ്റ് ഞാൻ അതാ ഇവിടെ ഇരിപ്പുണ്ട് ഒരു പ്ലാന്റ്. ഇതൊക്കെ അതിൻ്റെ പ്ലാന്റാണ് ഉണ്ടാകുക. കിഴങ്ങ് കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും. ഓക്കെ, ഇതൊക്കെ ഇനി ശരിയാക്കി എടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ അയക്കുന്ന പ്ലാന്റിൽ നല്ല പ്ലാന്റ്സ് നോക്കിയാണ് നമ്മൾ അയക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. പിന്നെ നമ്മളതിൽ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ഒത്തിരി വെറൈറ്റി സെയിലിനുണ്ട്. പിന്നെ അതുപോലെ ഫാൻസും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സെയിലിനുണ്ടാവും. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. നമ്മൾ കൊടുക്കുന്ന വലിയ പ്ലാന്റിൻ്റെ സൈസ് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ കയ്യിൽ നിന്ന് ഒത്തിരി പേര് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കമൻസൊക്കെ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ വീണ്ടും ഒത്തിരി പേര് ഓർഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർഡറിനായിട്ട് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഓർഡർ ചെയ്യാനുള്ള നമ്പർ 9809806874 വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ഹായ് അരുൺ, ഡോ ഓർക്കിഡ് വേണം. നിങ്ങൾക്ക് വോയിസ് മെസ്സേജ് അയച്ചാലും മതി. അല്ലെങ്കിൽ ഒന്ന് അത് പറ്റില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് തന്നെ കോൾ ചെയ്യുക. കോൾ ചെയ്യുമ്പോൾ എല്ലാ സമയത്തും എനിക്ക് ചിലപ്പോൾ എടുക്കാൻ പറ്റാറില്ല. നിങ്ങൾ കോൾ ചെയ്യാൻ പറ്റിയ ടൈം എന്ന് പറഞ്ഞാൽ 6 മണിക്ക് ശേഷം ഒരു 8 മണിക്കുള്ളിൽ, അല്ലെങ്കിൽ ഒരു രാവിലെ 6 മണി തൊട്ട് ഒരു 8:30 ഈ ഒരു ടൈം ലിമിറ്റ് ആകുമ്പോൾ. ഇത് കഴിഞ്ഞിട്ടുള്ള ടൈം ഞാൻ ക്ലാസ്സിലേക്കായിരിക്കും. ആ സമയത്ത് ചിലപ്പോൾ എനിക്ക് എടുത്ത് സംസാരിക്കാൻ ചില സമയത്ത് കഴിയാറില്ല. സോ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ആ ടൈമിൽ നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എടുക്കാത്തത്. ചിലപ്പോൾ ചില ദിവസം 9:30 ചിലർ വിളിക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് എടുത്ത് കട്ട് ചെയ്തിട്ട് ഞാൻ ക്ലാസ്സിന് പോകുന്നെന്ന് പറഞ്ഞിട്ടൊക്കെ പെട്ടെന്ന് ഇറങ്ങാറുണ്ട്. ഓക്കെ, അതൊക്കെ പറ്റാറില്ല ചില സമയത്ത് വിളിക്കുമ്പോൾ. നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എന്തായാലും ഞാൻ റിപ്ലൈ ഇടും. മെസ്സേജ് അയക്കുന്നതായിരിക്കും കുറച്ച് ബെറ്റർ. പിന്നെ നമ്മൾ ഇത്രയും ചെറിയ പ്ലാന്റ് അയക്കാറില്ല. ഇതും ചെറിയ പ്ലാന്റ് ഉണ്ട്. നമ്മളെല്ലാം കുഞ്ഞു പ്ലാന്റ് ഉണ്ട്. നമ്മൾ ട്യൂബർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബൾബിൽ നിന്ന് പൊടിപ്പിച്ചെടുക്കുന്ന കുഞ്ഞു പ്ലാന്റാണ്. കുഞ്ഞു പ്ലാന്റ് നമ്മൾ കൊടുക്കാറില്ല. കുറച്ചുകൂടെ സൈസുള്ള
പ്ലാന്റ് കൊടുക്കും. കാരണം നിങ്ങൾക്കത് ഒരു എമൗണ്ട് നൽകി, എത്ര കുഞ്ഞ് എമൗണ്ട് നൽകിയായാലും വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് കയ്യിൽ ആ പ്ലാന്റ് വേണം. അത് അങ്ങനെ അനുസരിച്ചാണ് നമ്മൾ അയക്കുന്നത്. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. ഈ പ്ലാന്റ് നമ്മളെ കയ്യിലുണ്ടാകും. പിന്നെ ഇതിൽ ഫ്ലവറിങ്ങിന് വേണ്ടി, പിന്നെ ഇതിനൊക്കെ ഒച്ചയൊക്കെ വന്നിരിക്കുന്ന നോക്കി ഒച്ചിനൊക്കെ എടുത്ത് കളയും. പിന്നെ ഫ്ലവറിങ്ങിന് വേണ്ടി നമ്മൾ ഇതിന് ആദ്യം പോട്ടിങ് തയ്യാറാക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ക്വിക്ക് ലൈം ഉണ്ടാവുമല്ലോ. ക്വിക്ക് ലൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുണ്ണാമ്പ് ഈ മണ്ണിലിട്ട് നമ്മളൊരു 10 ദിവസം മണ്ണ് വച്ചിരുന്നതിന് ശേഷം മാത്രം നടാൻ വേണ്ടി എടുക്കുക. അപ്പോൾ നമ്മുടെ മണ്ണിലുള്ള കീടാണുക്കളെല്ലാം നശിക്കും. ഓക്കെ, അതിനുശേഷം 10 ദിവസം കഴിഞ്ഞാൽ നട എടുക്കാവും. നട എടുത്തിട്ട് പിന്നെ നമ്മൾ പറയുന്ന പോലെ പോട്ടിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ പോട്ടിങ്ങിൻ്റെ വീഡിയോ വേണമെന്ന് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് എടുക്കുക, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ പോട്ടിങ്ങിൻ്റെ വീഡിയോ ഉണ്ടാവും. ഞാൻ വീഡിയോ അയച്ചു തരാം. അപ്പോൾ താല്പര്യമുള്ളവർ ഒന്ന് കോൺടാക്ട് ചെയ്യുക. നമ്മുടെ കയ്യിലുള്ള പ്ലാന്റ് കണ്ടല്ലോ, ഇതാണ് നമ്മുടെ കയ്യിലുള്ള വലിയ പ്ലാന്റ്. ഇതാണ് മെയിൻ പ്ലാന്റ്. കാരണം ഇതിനെ തന്നെ മെയിൻ പ്ലാന്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ടിൽ, വീടിൻ്റെ ഫ്രണ്ടിലാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഫ്രണ്ട് വെച്ചിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മണമൊക്കെ ഒരു അപാരമാണ്. പിന്നെ കാണാനൊരു പ്രത്യേക ബ്യൂട്ടിയാണ്. കാരണം ഇത് നമുക്ക് നമ്മളൊരു വർഷം എടുത്തു കഴിഞ്ഞാൽ 4-5 പ്രാവശ്യമൊക്കെ ഇത് ഫ്ലവർ നമുക്ക് തരാറുണ്ട്. ചില സമയത്ത് നമുക്ക് കൂടുതൽ സമയം കിട്ടാറുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇൻ കേസ് നമ്മുടെ പ്ലേസിൻ്റെ, നമ്മുടെ നമ്മളൊക്കെ കൊടുക്കുന്ന കെയറിൻ്റെ കാര്യമൊക്കെ അനുസരിച്ചുകൊണ്ട് അത് ഡിപ്പെൻഡ് ആണ്. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. ഇതുപോലെ മറ്റുള്ള നമുക്ക് വീണ്ടും കാണാം. ദിസ് ഇസ് അരുൺ സൈനിങ് ഔട്ട്. ബൈ ബൈ.